ഞാൻ ഇന്നൊരു ഫേസ് പാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫേസ് പാക്കിലെ ഒരു ഇൻഗ്രീഡിയന്റ് പൊട്ടറ്റോയുടെ തൊലിയാണ്. ഈ പൊട്ടറ്റോയുടെ തൊലിയും കൊണ്ട് ഇന്ന് വീഡിയോ എടുക്കാൻ വരാനൊരു പ്രത്യേക കാരണമുണ്ട്. അടുക്കളയിൽ ഇന്ന് പൊട്ടറ്റോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ തൊലി ഇച്ചിരി തിക്കായിട്ടാണ് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പൊട്ടറ്റോയുടെ തൊലിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മുടെ ഈ ഫേസിൽ സാധാരണ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? പിമ്പിൾ മാർക്സ്, പിന്നെന്താ ഡാർക്ക് സ്പോട്ട്സ്, സൺ ടാൺ, പിന്നെന്താണ് പിഗ്മെന്റേഷൻ, പിന്നെ നമ്മുടെ വെയിലത്തൊക്കെ പോകുമ്പോഴുള്ള ഈ സൺ ടാൺ വരും. പിന്നെന്താ നമ്മൾ ഇച്ചിരി ഏജ് ഒക്കെ കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറഞ്ഞ് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ ഒക്കെ കുറയും. ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ ഇച്ചിരി ഇതുപോലെയൊക്കെ തൂങ്ങിയൊക്കെ വരാനൊക്കെ തുടങ്ങും. അപ്പം നമ്മൾ ഒന്ന് കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ തൂങ്ങലുകളൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്തൊക്കെ വെക്കാൻ, സ്കിൻ കുറച്ചും കൂടി ടൈറ്റൻ ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കും. നമ്മുടെ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ സാധാരണ കാണുന്ന കുറേ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കിട്ടും. അത് എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടറ്റോയുടെ തൊലി നമുക്ക് പാക്ക് ഉണ്ടാക്കാനുള്ളത്. ഇത് ഞാൻ വാഷ് ചെയ്യാതെയായിരുന്നു നമ്മൾ പൊട്ടറ്റോ പീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് കഴുകിയെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇച്ചിരി കടലപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ വീട്ടിൽ ഞാൻ വെജിറ്റബിൾസൊക്കെ കഴുകാൻ നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പൊടി ഇട്ടിട്ടാണ് കഴുകാറ്. അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ അല്ലെങ്കിൽ കടലപ്പൊടിയോ അതല്ലെങ്കിൽ ഇഡ്ഡലി മാവോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് കഴുകാറ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കീടനാശിനികളുടെയൊക്കെ ഒരു ഓയിൽ കണ്ടൻറ്റ് ചേർന്നിട്ടുള്ള ഒരു കോട്ടിങ് ഈ വെജിറ്റബിൾസിൻ്റെ മേളിലുണ്ടാവും. അപ്പം നമ്മൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ അത് പോവില്ല. അപ്പം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പൊടിയിട്ട് കഴുകിയാലുണ്ടല്ലോ എളുപ്പം അതിൻ്റെ ആ ഓയിൽ കോട്ടിങ് പോയി കിട്ടും. പൊട്ടറ്റോയുടെ തൊലി നമുക്കിപ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആലോവേരയാണ്. ഞാൻ നേരത്തെ തന്നെ ഒരു ആലോവേരയുടെ ലീഫ് കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചറം പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള ഈ ചറം, മഞ്ഞ നിറത്തിലുള്ള ഈ ചറം മുഴുവൻ ഒഴുകി പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നും വരില്ല. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ഈ ചറം കളയാതെയാണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പൊട്ടറ്റോയുടെ തൊലി എടുത്തൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് അലോവേരയുടെ ഫ്ലഷും കൂടി ചേർത്ത് കൊടുക്കാം. അലോവേര എപ്പോഴും ഫ്രഷ് എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം അലോവേര ഉണ്ടെന്നോ ഗുണങ്ങളുണ്ടെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അലോവേരയുടെ പ്ലാന്റ് നട്ടുപിടിപ്പിക്കണം കേട്ടോ വീട്ടിൽ. അത് നമുക്ക് ഹെയറിനും സ്കിന്നിനും അതുപോലെ തന്നെ നമുക്ക് അലോവേര ഇട്ടിട്ട് ജ്യൂസ് അടിക്കുന്നത് നമുക്ക് ബ്ലഡിൽ കൗണ്ടൊക്കെ കൂടാനായിട്ട് നല്ലതാണ്. അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 5 സ്പൂണ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവിന് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സൺ ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യാനും പിമ്പിൾ മാർക്സ് മാറ്റാനും അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ കടലമാവിൽ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേൻ കൂടി ചേർത്ത് കൊടുക്കണം. തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് പാക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാനീരാണ്. ഒരു 3/4 ടീസ്പൂണോളം നാരങ്ങാനീര് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലി സ്കിന്നുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല.
ഇനി നമുക്കൊരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ കിച്ചണിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും. അതിനൊരു പ്രത്യേക പൈസയൊന്നും മുടക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്താണുള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി. എന്താ പറയണത്, നമ്മുടെ തേന്, അതുപോലെ തന്നെ കടലപ്പൊടി, തക്കാളി, പഴം, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്യണം. നാരങ്ങ ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. നമുക്കിത് ഒരു തവണത്തേക്കുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി 1-2 തവണയും കൂടി ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് തലേദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ലതായിട്ടൊന്ന് ഒരു ചെറുതായിട്ടൊരു വെളുപ്പം കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ സ്കിൻ നല്ലതായിട്ട് ഗ്ലോ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തോന്നും. ഈ പാക്ക് ഞാൻ ഇച്ചിരി ലിക്വിഡ് ഫോമിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം നമ്മൾ പെട്ടെന്ന് ഒഴുകി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു കോട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതൊന്ന് ചെറുതായിട്ട് വലിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കോട്ടും കൂടി അടിച്ചു കൊടുത്ത്, അങ്ങനെ 3 പ്രാവശ്യം ഞാനിപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും അത് ഡ്രൈ ആവുന്നത് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് സ്കിൻ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞാൻ കയ്യിൽ പാക്ക് കഴുകി കളഞ്ഞിട്ട് നിങ്ങളെ നേരിട്ട് ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വ്യത്യാസം. കണ്ടോ, നല്ലൊരു ഡിഫറൻസ് ഇല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ പാക്കുകളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വലിയ പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പാക്കൊക്കെ ഉണ്ടാക്കി തേക്കാം. കടലപ്പൊടി, നാരങ്ങ, തക്കാളി, പഴം, കുക്കുംബർ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ പാക്കൊക്കെ ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കിൻ നല്ലതായിട്ട് ഇരിക്കും, ഫേസെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും. നാരങ്ങയൊക്കെ ശരിക്കും ഒരു നാച്ചുറൽ ബ്ലീച്ച് കൂടിയാണ്, നാരങ്ങ, തൈരൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് സൺ ടാണൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനൊക്കെ നല്ലതായിരിക്കും. 40 above ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലവർക്ക് ഫേസിൽ പിഗ്മെൻറ്റേഷൻ വരും, അതുപോലെ സ്കിന്നൊക്കെ കറുത്തൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ ഇതൊക്കെ റെഗുലറായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ ഒരു കുറവ് കിട്ടും. ഇപ്പോൾ നോക്കി എൻ്റെ ഫേസ് നോക്കി നല്ല കളർ വന്നിട്ടില്ലേ? ഉണ്ടോ, ലൈവായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് ഫേസിലും അതുപോലെ തന്നെ കയ്യിലും നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഡിഫറൻസ് ഇല്ലടാ, കൈ നോക്കി. ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാനും നമുക്കിത് സഹായിക്കും. അതുപോലെ തന്നെ ബ്രൈഡ്സിനും പ്രീ ബ്രൈഡൽ കെയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. പുതിയ നല്ല യൂസ്ഫുൾ വീഡിയോസായിട്ട് വരാനായിട്ട് എനിക്കൊരു പ്രചോദനം കൂടിയാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതുപോലെ തന്നെ നിങ്ങൾ വ്യൂ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്ത എൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീൽ ഓഫ് മാസ്കിൻ്റെ റെസിപ്പിയാണ്. പൊട്ടറ്റോ തന്നെ വെച്ചിട്ടുള്ളൊരു പീൽ ഓഫ് മാസ്കിൻ്റെ റെസിപ്പി ആയിരിക്കും. അപ്പം അത് കാണാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഒന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.